അതായത് ഈ ലൊക്കേഷൻ, ടൈമിംഗ്, അതേപോലെ പൊസിഷൻ നിർണ്ണയിക്കുന്ന ഇന്ത്യയുടെ ഏറ്റവും വലിയ സംവിധാനമാണ് നാവിക്. അതിന് വലിയ തോതിലുള്ള ഒരു പ്രശ്നമുണ്ടാകുന്നതായിട്ട് അറിയുന്നു. എന്താണ് ആക്ച്വലി ഉണ്ടായിട്ടുള്ളത്? അമേരിക്കയുടെ GPS-ന് സമാനമായ തദ്ദേശീയമായ ഒരു നാവിഗേഷൻ, അതുപോലെ പൊസിഷനിങ്, ടൈമിംഗ് ഒക്കെ ഉള്ള ഒരു സിസ്റ്റമാണ്, ഉപഗ്രഹം അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരു സംവിധാനമാണ് നാവിക്. ഈ നാവിക് പ്രവർത്തിക്കണമെങ്കിൽ ആറ്റമിക് ക്ലോക്കുകളുള്ള 4 ഉപഗ്രഹങ്ങളെങ്കിലും ഒരേ സമയത്ത്, അതായത് ഈ സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് ഒരേ സമയം ഏറ്റവും കുറഞ്ഞത് 4 ഉപഗ്രഹങ്ങൾ വേണം. ഈ 4 ഉപഗ്രഹങ്ങളിലും ആറ്റമിക് ക്ലോക്കുകൾ എന്നുള്ള അതീവ സൂക്ഷ്മതയോടെ സമയം സൂചിപ്പിക്കുന്ന ക്ലോക്കുകളുള്ള അങ്ങനത്തെ 4 ഉപഗ്രഹങ്ങൾ ഭൂമിയെ വലം വെക്കണം. ആ 4 ഉപഗ്രഹങ്ങൾ മിനിമം. ഈ കഴിഞ്ഞ മാർച്ച് 10-ാം തീയതി ആ മിനിമം ഉപഗ്രഹങ്ങൾ വെച്ചാണ് ഇന്ത്യ ഈ സംവിധാനം ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഈ കഴിഞ്ഞ മാർച്ച് 10-ാം തീയതി ദൗർഭാഗ്യകരമായിട്ട് ഇതിലെ ഒരു ഉപഗ്രഹത്തിന്റെ അവസാനത്തെ ആറ്റമിക് ക്ലോക്കും കേടായി. എന്ന് പറഞ്ഞാൽ പ്രായോഗികമായിട്ട് ഇപ്പം 3 ഉപഗ്രഹങ്ങളെ ഈ സംവിധാനത്തിന്റെ ഭാഗമായിട്ടുള്ളൂ. അതിൻ്റെ ഒരു ദോഷം എന്നത് മിലിറ്ററി ആവശ്യങ്ങൾക്കുള്ള പ്രിസിഷൻ സർവീസുകൾ, അതായത് ഇപ്പം ലൊക്കേഷൻ ഇപ്പോഴും നമുക്ക് കിട്ടും, ഇത് വെച്ച് ഈ 3 ഉപഗ്രഹങ്ങൾ വെച്ച് കിട്ടും. പക്ഷെ അത് സിവിലിയൻ പർപ്പസിന് മാത്രമേ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പം ഞാൻ എൻ്റെ മൊബൈലിൽ ഈ പറയുന്ന നാവിക്ക് ഉപയോഗിക്കാനുള്ള ആപ്പ് ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും എനിക്കത് ഉപയോഗിച്ച് ചിലപ്പോൾ കാർ ഡ്രൈവ് ചെയ്യാൻ പറ്റും. പക്ഷേ മിലിറ്ററി ആവശ്യത്തിന് ആ സൂക്ഷ്മത പോരാ. മിലിറ്ററി ആവശ്യത്തിനുള്ള നമ്മൾ ഉപയോഗിക്കുന്നതിൻ്റെ 10 മടങ്ങ് സൂക്ഷ്മത ആവശ്യമുണ്ട്. ആ സർവീസ് 4 ഉപഗ്രഹങ്ങൾ ഒരേ സമയം ആറ്റമിക് ക്ലോക്കുകളോട് കൂടി പ്രവർത്തിച്ചാലേ സാധിക്കും. 4-മത്തെ ഉപഗ്രഹം മാർച്ച് 10-ാം തീയതി പ്രവർത്തനരഹിതമായതോടുകൂടി ഇന്ത്യയുടെ മിലിറ്ററി ആവശ്യങ്ങൾക്ക് ഇനി നാവിക് ഉപയോഗിക്കാൻ പറ്റത്തില്ല എന്നുള്ള അതീവ ഗുരുതരമായ ഒരു അവസ്ഥയിലാണ്, രാഷ്ട്ര സുരക്ഷയെ വരെ അപായപ്പെടുത്തുന്ന ഒരു സംഭവമായിട്ട് ഇത് മാറിക്കഴിഞ്ഞിരിക്കുന്നു. കാരണം നമ്മൾ ഇനി അമേരിക്കയുടെ GPS-നെയോ, പിന്നുള്ളത് ചൈനയ്ക്കുണ്ട്. ചൈനയുടെ ഒരു നാവിഗേഷൻ പൊസിഷനിങ് സർവീസ് ഉണ്ട്, അതിന് ബിദിയു എന്നാണ് പറയുന്നത്. പിന്നെ റഷ്യക്കുണ്ട് ഗ്ലോനാസ് എന്ന് പറഞ്ഞിട്ടൊരു സംവിധാനമുണ്ട്. അപ്പം അതൊക്കെ പക്ഷെ നമ്മുടെ ഉപയോഗിക്കാനായിട്ട് നമുക്കത് പരിമിതികളുണ്ട്. ഒന്നുകിൽ നമ്മൾ നാവിക് ഉപയോഗിക്കുക, അതല്ലെങ്കിൽ GPS ഉപയോഗിക്കുക. ഇന്ത്യക്കൊരു തിക്താനുഭവം അമേരിക്കയിൽ നിന്നുണ്ടായിട്ടുണ്ട്. അതായത് കാർഗിൽ യുദ്ധം നടക്കുന്ന കാലത്ത് ഇന്ത്യക്ക് GPS സർവീസ് അമേരിക്ക നിഷേധിച്ചു. അത് കാരണം പാകിസ്ഥാന്റെ കയറിയ പട്ടാളക്കാരുടെ പൊസിഷൻ മനസ്സിലാക്കുന്നതിൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടായി. നമുക്ക് അവിടേക്ക് മിസൈലുകൾ അയക്കാൻ അതൊരു വലിയ തടസ്സമാണ്. നമ്മൾ വലിയ കഷ്ടപ്പെട്ടു. അപ്പം നമ്മൾ പിന്നീട് അവസാനം നമ്മൾ അത് മറ്റു രീതിയിൽ ആണ് പരിഹരിച്ചത്. പക്ഷെ എങ്കിലും നമ്മൾ ആ യുദ്ധത്തിൽ നമ്മളൊരു പാഠം പഠിച്ചു. അന്നാണ് 99-ലെ കാർഗിൽ യുദ്ധത്തിലാണ് സ്വന്തമായിട്ടൊരു പൊസിഷനിങ് സർവീസ് വേണം എന്നുള്ള ഒരു നിശ്ചയം ഇന്ത്യയിൽ ഉണ്ടാകുന്നത്. പിന്നീട് ഇന്ത്യ അതിൻ്റെ ഭാഗമായിട്ട് ഈ ഒരു നാവിക് എന്ന് പറയുന്ന ഒരു സംവിധാനം ഉണ്ടാക്കി. അതിൻ്റെ ഭാഗമായിട്ട് IRNSS എന്നാണ് ഈ സാറ്റലൈറ്റ് സിസ്റ്റത്തിൻ്റെ കോൺസ്റ്റലേഷന് പേരിട്ടിരിക്കുന്നത്. ആ IRNSS എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ റീജിയണൽ സാറ്റലൈറ്റ് സിസ്റ്റം, അങ്ങനെയാണെന്ന് തോന്നുന്നു. അതാണ് അതിൻ്റെ ഒരു പൂർണ്ണ രൂപം. അപ്പോൾ ഈ ഒരു യഥാർത്ഥത്തിൽ 7 ഉപഗ്രഹങ്ങളാണ് ഇതിൻ്റെ ഭാഗമായിട്ട് വേണ്ടത്. എപ്പോഴും ഈ നാവിക് സംവിധാനം നിലനിൽക്കണമെങ്കിൽ ഇന്ത്യൻ റീജിയണൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം എന്ന് പറയുന്നതിൽ 7 ഉപഗ്രഹങ്ങൾ ഒരേ സമയം വേണ്ടതാണ്. ആ 7 ഉപഗ്രഹങ്ങൾ നിരന്തരമായിട്ട് വിക്ഷേപിക്കുന്നതിൽ ദൗർഭാഗ്യവശാൽ ISRO പരാജയപ്പെട്ടു. ഈ 2013 മുതലാണ് നമ്മൾ ഈ ഉപഗ്രഹങ്ങൾ വിക്ഷേപിച്ചു തുടങ്ങിയത്. 2013 മുതൽ 18 വരെയാണ് IRNSS എന്ന് പറയുന്ന ഇന്ത്യൻ റീജിയണൽ നാവിഗേഷണൽ സാറ്റലൈറ്റ് സിസ്റ്റം വിക്ഷേപിച്ചു തുടങ്ങിയത്. പക്ഷെ പിന്നീട് ഇവിടെ ഉണ്ടായ ഒരു പ്രതിസന്ധി 2017, 23, 25 3 വിക്ഷേപണങ്ങൾ പരാജയപ്പെട്ടു. ഈ ഇതിലേതെങ്കിലും ഒരെണ്ണം വിജയിച്ചിരുന്നെങ്കിൽ നമ്മളിപ്പോൾ അനുഭവിക്കുന്ന ഒരു ദുരിതം ഉണ്ടാവില്ല. ഈ 2017 തൊട്ട് ഈ 2025 വരെ ഈ
സാറ്റലൈറ്റ് കോൺസ്റ്റലേഷന്റെ ഭാഗമായിട്ട് നമ്മൾ വിക്ഷേപിച്ച 3 ഉപഗ്രഹങ്ങൾ പരാജയപ്പെട്ടു. ഈ പരാജയത്തിന്റെ ചുമതലയിൽ നിന്നും ISROയ്ക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. കാരണം രാഷ്ട്ര സുരക്ഷയാണ് അത് അപായപ്പെടുത്തിയത്. ഇത് ISROയുടെ ശേഷിക്ക് അതീതമായിട്ടുള്ള സംഭവമൊന്നുമല്ല. കാരണം ഇത് പിന്നെ ഈ അത്ര വലിയ ഭാരമുള്ള ഉപഗ്രഹങ്ങളല്ല. നമ്മുടെ വിക്ഷേപണ വാഹനങ്ങൾ ഉപയോഗിച്ച് തന്നെ, അതായത് പിന്നെ GSLVയും PSLVയും റോക്കറ്റുകൾ ഉപയോഗിച്ച് തന്നെ വിക്ഷേപിക്കാൻ പറ്റുന്ന, ചിലത് ലോ എർത്ത് ഓർബിറ്റിലുള്ളതുണ്ട്, ചിലത് ജിയോ സ്റ്റേഷനറി ഓർബിറ്റിലുള്ളതുണ്ട്. അങ്ങനെ വിക്ഷേപിക്കാൻ പറ്റുന്ന ഉപഗ്രഹങ്ങളാണ്. പിന്നെ ഇതിലൊക്കെ തന്നെ പല പ്രശ്നവും വന്നത് നമ്മൾ ഒരു യൂറോപ്യൻ കമ്പനിയിൽ നിന്നാണ് ഈ ആറ്റമിക് ക്ലോക്കുകൾ വാങ്ങിച്ചത്. ഈ കമ്പനി നമുക്ക് സപ്ലൈ ചെയ്ത ക്ലോക്കുകളെല്ലാം ഉപയോഗശൂന്യമായി. ഇത് സ്വന്തമായിട്ട് ആറ്റമിക് ക്ലോക്ക് ഇപ്പോൾ ഇന്ത്യ വികസിപ്പിക്കുന്നുണ്ട്. പക്ഷെ ദൗർഭാഗ്യവശാൽ മുൻപ് വാങ്ങിച്ച ഈ ക്ലോക്കുകളെല്ലാം പരാജയപ്പെട്ടു. ഒരുപക്ഷെ അതൊരു അട്ടിമറി ശ്രമമായിരുന്നോ എന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഈ ആറ്റമിക് ക്ലോക്കുകളുടെ പരാജയമാണ് നമ്മുടെ ഈ മൊത്തം പദ്ധതിയെ ബാധിച്ചത്. കാരണം അമേരിക്കയെ പോലുള്ള രാജ്യങ്ങൾക്ക് ഈ പദ്ധതി പരാജയപ്പെടുന്നതിൽ അവർക്ക് തീർച്ചയായിട്ടും താല്പര്യമുണ്ട്. കാരണം വളരെ കൃത്യമായ പൊസിഷനിങ് സർവീസ് ഇന്ത്യയുടെ കൈവശം ഇപ്പോൾ ഉള്ള പല മിസൈലുകളും പ്രിസിഷൻ അതുപോലെ ഗൈഡഡ് ആയിട്ടുള്ള മിസൈലുകളാണ്. അത് നമുക്ക് അതിൻ്റെ കോഴ്സിൽ നിന്നും ഇപ്പം മിഡ് കോഴ്സ് കറക്ഷൻ എന്ന് പറയുന്ന ഒരു സംവിധാനം, അതായത് ഒരു മിസൈൽ വിക്ഷേപിച്ചിട്ട് അത് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും അതിൻ്റെ ലൊക്കേഷൻ. അപ്പോൾ നമ്മുടെ ഒരു ചെറിയ മാറ്റം പോലും ലൊക്കേഷനിൽ സംഭവിച്ചാൽ നമുക്ക് അതിനെ യഥാർത്ഥ ലൊക്കേഷനിലേക്ക് ഈ നാവിക് സിസ്റ്റം ഉപയോഗിച്ച് നമ്മുടെ പൊസിഷനിങ് സർവീസ് ഉപയോഗിച്ച് നമുക്കത് തിരിച്ചുവിടാം. പക്ഷേ സ്വാഭാവികമായിട്ടും നമ്മുടെ പൊസിഷനിങ് സർവീസ് ഇല്ലെങ്കിലോ നമുക്ക് GPS ഉപയോഗിക്കേണ്ടി വരും. ആ GPS നമുക്ക് നൽകുന്ന ഡേറ്റ കൃത്രിമങ്ങൾ കാണിക്കും. ഇപ്പം സ്പൂഫിങ് വരെ നടത്തുമെന്നാണ് അവർ പറയുന്നത്. അതായത് നമ്മളെ വഴിതിരിച്ചു വിടും. ഇപ്പോൾ ഇസ്ലാമാബാദിലോട്ട് പോകേണ്ട മിസൈൽ വേണമെങ്കിൽ ബലൂചിസ്ഥാനിലോട്ട് പോകും. ഈസി ആയിട്ട് പറ്റും ഇതൊക്കെ. ഇത് കഥകൾ ഇന്ത്യ വലിയ അപകടത്തിലാണ് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. അല്ല, തീർച്ചയായിട്ടും അത് ഒട്ടും കുറച്ച് കാണേണ്ട കാര്യമില്ല. കാരണം ഇത് അത്രയും തന്ത്രപ്രധാനമായ ഒരു സംവിധാനം തന്നെ ആയിരുന്നു. നമുക്ക് പൗരാണിക കാലത്തെ പോലല്ല യുദ്ധം ഇന്ന് നടക്കുന്നത്. യുദ്ധം നടക്കുന്നത് ഈ എർത്ത് സെൻസിങ് സാറ്റലൈറ്റ്സ്, എർത്ത് ഒബ്സർവേഷൻ സാറ്റലൈറ്റ് എന്ന് പറയുന്ന ചാര ഉപഗ്രഹങ്ങൾ, കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റുകൾ, പൊസിഷനിങ് സാറ്റലൈറ്റുകൾ, ഇതിൻ്റെ എല്ലാം, അതായത് ഇന്ത്യ ഈ കഴിഞ്ഞ ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് ഇന്ത്യക്ക് ഉണ്ടായ നേട്ടങ്ങൾ മുഴുവൻ നമ്മളുടെ സ്വന്തമായിട്ടുള്ള 50 ഉപഗ്രഹങ്ങൾ നമ്മൾ ഈ ഒരു യുദ്ധത്തിന് ആവശ്യങ്ങൾക്കായിട്ട് പല രീതിയിൽ അതിൽ നിന്നുള്ള ഡാറ്റ നമ്മൾ ഉപയോഗിച്ചു. ഇതിൽ നിന്ന് വരുന്ന ഡാറ്റ മുഴുവൻ തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് നമ്മൾ പ്രോസസ്സ് ചെയ്യുകയും അങ്ങനെ നമുക്ക് തീരുമാനങ്ങൾ എടുക്കാൻ പലപ്പോഴും വളരെ വേഗതയിലും കൃത്യതയോടും കൂടി തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുകയും ചെയ്യും. ഈ സംവിധാനം തകർക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ചൈനയുടെയും ആവശ്യം അതാണ്, US-ൻ്റെയും ആവശ്യം അതാണ്. നമ്മുടെ സംവിധാനം തകർക്കാനുള്ള കഴിവൊന്നും ഈ വിഷയത്തിൽ പാകിസ്ഥാൻ അതൊന്നുമില്ല. പാകിസ്ഥാന് സ്വന്തമായിട്ടൊരു 4-5 ഉപഗ്രഹങ്ങൾ മാത്രമേ ഉള്ളൂ. ഇറാനും ഒക്കെ വളരെ കുറവാണ് ഉപഗ്രഹങ്ങൾ. അവർ ഉപഗ്രഹങ്ങൾ ഇല്ലാതെ തന്നെയാണ് മറ്റു രീതിയിലാണ് കൈകാര്യം ചെയ്തത്. പക്ഷെ ഇപ്പോൾ ഇറാന്റെ കയ്യിൽ ഈ ഉപഗ്രഹങ്ങൾ ഉണ്ടായിരുന്നിരിക്കുക, ഇറാന് സ്വന്തമായിട്ടൊരു നാവിഗേഷൻ സിസ്റ്റം ഉണ്ടായിരുന്നെങ്കിൽ അമേരിക്കയുടെ വിമാനവാഹിനി കപ്പലായ എബ്രഹാം ലിങ്കനോ അല്ലെങ്കിൽ ജെറാൾഡ് ഫോർഡോ ഒക്കെ തീർച്ചയായിട്ടും ഇപ്പം കടലിനടി പോയി. കാരണം ഈ ഒരു മിസൈൽ വരുമ്പോൾ തന്നെ ഇത് റീപൊസിഷൻ ചെയ്യും. പക്ഷേ നമ്മുടെ നാവിഗേഷൻ സിസ്റ്റം ഉണ്ടെങ്കിൽ നമുക്ക് മുൻകൂട്ടി അറിയാം ശത്രുവിൻ്റെ കപ്പൽ നമ്മുടെ മിസൈൽ ചെയ്യുമ്പം ഇപ്പോഴത്തെ ലൊക്കേഷനിൽ ഇത് മാറുമെന്ന്. പക്ഷേ ആ ശത്രുവിൻ്റെ കപ്പലിൻ്റെ വേഗതയും നീക്കവും ഉപഗ്രഹം നിരീക്ഷിച്ചുകൊണ്ടിരിക്കും. എന്നിട്ട് നമ്മുടെ മിസൈൽ അവിടെ ചെല്ലാൻ 10 മിനിറ്റ് എടുക്കുന്നെങ്കിൽ ഈ 10 മിനിറ്റിനുള്ളിൽ ഏതൊരു പുതിയ പൊസിഷനിലായിരിക്കും ഈ കപ്പൽ എന്ന് കാൽക്കുലേറ്റ് ചെയ്ത് അതിൻ്റെ കോർഡിനേറ്റ്സ് ഭൂമിയിലോട്ട് അയക്കുക. അങ്ങനെ കോർഡിനേറ്റ്സ് ഭൂമിയിലോട്ട് അയച്ചാൽ ആ പൊസിഷനിലേക്കായിരിക്കും നമ്മൾ വിക്ഷേപിക്കുന്നത്. തീർച്ചയായിട്ടും ആ കപ്പലച്ച് ഇടിക്കും മിസൈല്. അപ്പോൾ സ്വന്തമായിട്ട് നാവിഗേഷൻ സിസ്റ്റം ഇല്ലാത്ത ഒരു രാജ്യത്തിന് പലപ്പോഴും ഇതൊന്നും സാധിക്കില്ല. ഇത് അതീവ ഗുരുതരമായ പ്രശ്നമാണ്. കാരണം ഇന്ത്യയെ സംബന്ധിച്ച് ഇപ്പം അടുത്ത ഒരു ഓപ്പറേഷൻ സിന്ദൂർ ഉണ്ടായാലോ നമ്മൾക്ക് പരിമിതികളുണ്ടാവും. കഴിഞ്ഞ ഓപ്പറേഷൻ സിന്ദൂറിൽ, അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ഈ ജൂണിൽ തന്നെ ഇന്ത്യ ഈ ഒരു കുറവ് നികത്താനായിട്ടുള്ള 2 ഉപഗ്രഹങ്ങൾ ഒരുമിച്ച് വിക്ഷേപിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
അപ്പോൾ വേഗത്തിൽ തന്നെ അതിൻ്റെ ഒരു കുറവ് നമ്മൾ നികത്താം. പക്ഷേ ഒരു 2 മാസം നമുക്ക് ഉപഗ്രഹം ഇല്ലെങ്കിലോ തീർച്ചയായിട്ടും അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ നമുക്കുണ്ടാകാം. ഇപ്പം മാത്രമല്ല, ഇപ്പം ഇന്ത്യക്കുള്ള ഒരു ഗുണം അതുകൂടെ ഞാൻ പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. ISROയ്ക്ക് മാത്രമല്ല ഉപഗ്രഹങ്ങൾ, ഇന്ത്യയിൽ ഒരുപാട് സ്വകാര്യ കമ്പനികൾ. ഒരുപക്ഷെ ഞാനിപ്പോൾ പറയാൻ വിട്ടുപോയത്, ഇന്ത്യയുടെ ചില സ്വകാര്യ കമ്പനികൾക്കും ഇത്തരം ഉപഗ്രഹങ്ങളുണ്ട്. ആ സ്വകാര്യ കമ്പനികളുടെ ഉപഗ്രഹങ്ങളിൽ നിന്നുള്ള ചിത്രങ്ങളും ഇൻഫർമേഷനും ഉപയോഗിച്ച് ചിലപ്പോൾ ഇതിൽ കുറേ കാര്യങ്ങൾ മേക്കപ്പ് ചെയ്യാൻ നമുക്ക് പറ്റുമായിരിക്കാം. അത് കൂടുതൽ സാങ്കേതിക ജ്ഞാനമുള്ളവർക്ക് മാത്രമേ അതിൽ കൃത്യമായ ഒരു മറുപടി പറയാൻ പറ്റൂ. അത് കുറച്ച് ക്ലാസിഫൈഡ് ഡേറ്റ ആയതുകൊണ്ട് അത്തരം വിവരങ്ങളൊന്നും നമുക്ക് പൊതുവിടത്തിൽ കൃത്യമായിട്ട് ലഭ്യവുമല്ല. അപ്പോൾ തൽക്കാലത്തേക്ക് ഒരുപക്ഷെ മറികടക്കാൻ എന്തെങ്കിലും ഒരു മാർഗം ഇന്ത്യ കണ്ടെത്തിയിട്ടുണ്ടാവാം. ഈ ഞാൻ പറഞ്ഞ സ്വകാര്യ ഉപഗ്രഹങ്ങളുടെ സഹായത്തോടു കൂടി. ഇന്ത്യയുടെ തന്നെ കമ്പനികളുണ്ട്. ആ ഇന്ത്യയുടെ സ്വകാര്യ കമ്പനികളുടെ ഉപഗ്രഹങ്ങളുടെ സഹായത്തോടു കൂടിയിട്ട് ഈ ഒരു വീഴ്ച മറികടക്കാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ടാകാം. പക്ഷെ വീഴ്ച തന്നെയാണ്. അത് ഭാവിയിലെ അത്തരം വീഴ്ചകൾ ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റുന്നതല്ല. ISROയുടെ പ്രവർത്തനത്തിൽ കൂടുതൽ പ്രൊഫഷണലിസം വേണമെന്ന് തന്നെയാണ് ഇതൊക്കെ സൂചിപ്പിക്കുന്നത്. ISRO ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊന്നും ഞാൻ കുറച്ച് കാണുന്നില്ല. കാരണം അവർ GSLV എന്ന് പറയുന്ന ഭൂസ്ഥിര ഭ്രമണപഥത്തിലേക്ക് ഉപഗ്രഹം വിക്ഷേപിക്കാനുള്ള വാഹനം ഉണ്ടാക്കി, സ്വന്തമായി ക്രയോജനിക് എഞ്ചിൻ ഉണ്ടാക്കി. സെമി ക്രയോജനിക് എഞ്ചിൻ്റെ വികാസം ഇപ്പോൾ ഏതാണ്ട് പൂർണ്ണമാവുന്ന ഒരു ഘട്ടത്തിലേക്കാണ്. പുതിയ പുതിയ എഞ്ചിനുകൾ വികസിപ്പിക്കുന്നുണ്ട്. സാറ്റലൈറ്റ് നിർമ്മാണത്തിൽ ഇന്ത്യ ലോകത്തിലെ ഏതൊരു രാജ്യത്തിനോടും ഒപ്പമാണ്. ചൊവ്വയിലേക്കുള്ള നമ്മുടെ പര്യവേഷണ ഉപഗ്രഹം നമ്മൾ അയച്ചു, വിജയകരമായിരുന്നു. ചന്ദ്രനിൽ നമ്മൾ ലാൻഡ് ചെയ്തു. ഇതൊന്നും മറക്കുന്നില്ല. പക്ഷേ ഇന്ത്യ ഒരു രാജ്യം ആക്രമിച്ചാൽ തിരിച്ചടിക്കാൻ ഇന്ത്യ പരാജയപ്പെടും എന്നുള്ളതാണ് താങ്കൾ പറഞ്ഞു വന്നത്. അതെ, തീർച്ചയായിട്ടും അങ്ങനെ ഒരു സാധ്യത പാകിസ്ഥാൻ അറിഞ്ഞു കഴിഞ്ഞാൽ അത് അവർ ഉപയോഗിക്കും. അല്ല, എല്ലാവരും അറിയും. ഇതൊരു രഹസ്യമല്ല, എല്ലാവർക്കും അറിയാം. ഇത് മാസങ്ങൾക്ക് മുമ്പേ അറിയാമായിരുന്നു. മാർച്ച് 10 ഈ വരെ ഉള്ളായിരുന്നു ഈ ക്ലോക്കിന്റെ കാലാവധി. അത് തീരുമെന്നുള്ളതൊക്കെ എല്ലാവർക്കും അറിയാമായിരുന്നു. പക്ഷെ എന്തായാലും ശരി, ഒരു ദൗർഭാഗ്യകരമായ സ്ഥിതിവിശേഷത്തിലാണ് ഇപ്പോൾ ഉള്ളത്. പെട്ടെന്ന് തന്നെ അത് മറികടക്കട്ടെ എന്ന് നമുക്ക് ആശിക്കാം. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. നമ്മുടെ രാജ്യത്തോടുള്ള സ്നേഹവും സുരക്ഷിതത്വവും നമ്മുടെ ജനങ്ങളുടെ സുരക്ഷിതത്വം ഒക്കെ ആലോചിച്ചുകൊണ്ട്. ഓക്കെ, തീർച്ചയായിട്ടും. ഓക്കെ, താങ്ക് യു.